ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നി പരീക്ഷ. അതെ, കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ. അതെ, അതിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനി 18 ദിവസം കൂടിയേ ഉള്ളൂ അഗ്നി പരീക്ഷ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഡേറ്റ് ചാനൽ തന്നെ ഇട്ടിരിക്കുകയാണ്, എപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, അഗ്നി പരീക്ഷയുടെ ഷൂട്ട് ആരംഭിച്ചോ, ജഡ്ജസ് ആരൊക്കെയാണ്, ജഡ്ജസ് തമ്മിൽ അടിയായോ വഴക്കായോ, എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മുടെ അഗ്നി പരീക്ഷയുടെ ഡേറ്റ് ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു പ്രൊമോയൊക്കെ ആയിട്ടായിരിക്കും, ജഡ്ജസ് ഒരു പ്രൊമോ ആയിട്ടായിരിക്കും വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ജഡ്ജും ഹോസ്റ്റും എല്ലാം കൂടെ ചേർന്ന് 3 ജഡ്ജസ് ഉണ്ടാവും, ഒരു ഹോസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ പറയാനുള്ള കാരണം തെലുങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. സോ അങ്ങനെ ആയിരിക്കും ഒരു പ്രൊമോയായിട്ട് അവരായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചു. ഇനി പ്രൊമോ വരും കേട്ടോ, വരും. ഇനി 18 ദിവസം ഇനി ബാക്കിയുണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒഫീഷ്യലി നമ്മുടെ ചാനൽ ഇൻസ്റ്റയിലൊക്കെ ഡേറ്റ് അവർ ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 18 ദിവസം കൂടിയേ ഉള്ളൂ ടു ഗോ. അഗ്നി പരീക്ഷ ഓഗസ്റ്റ് 15 തൊട്ട് ശനിയാഴ്ച, അതെ ഓഗസ്റ്റ് 15 തൊട്ടാണ് അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തെലുങ്കിലൊക്കെ കണ്ടിന്യൂസ് 15 ദിവസമായിരുന്നു, 15 എപ്പിസോഡ്സ് ആയിരുന്നു. അതായത് ഒരു ദിവസം തുടങ്ങി കണ്ടിന്യൂസ്, അങ്ങനെ സാറ്റർഡേ സൺഡേ മാത്രമൊന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് തെലുങ്കിലൊക്കെ. ഇവിടെയും അങ്ങനെ തന്നെയാണ് ആവാനാണ് ചാൻസ്. കാര്യം ഓഗസ്റ്റ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് മിക്കവാറും ഒരു 15 ദിവസം ഉണ്ടാവും. എത്ര എപ്പിസോഡ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് സീസൺ 8 തുടങ്ങുന്നതിന് ഇപ്പം തെലുങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 5-ാം തീയതി വരെ അഗ്നി പരീക്ഷ ഉണ്ടായിരുന്നു. 7-ാം തീയതി ബിഗ് ബോസ് ഒഫീഷ്യലായിട്ട് മറ്റേ മെയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്നി പരീക്ഷയും മെയിൻ സീസൺ തുടങ്ങുന്നതിന് ഇടയിൽ 2 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇവിടെ മിക്കവാറും 15 എപ്പിസോഡ്സ് ആണെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവാം. കാര്യം സെപ്റ്റംബർ 6-ാം തീയതിയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം ഇതിപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പ് മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരുപാട് 15-ൽ കൂടുതൽ എപ്പിസോഡ്സ് അഗ്നി പരീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ ഷൂട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചേട്ടാ. ഷൂട്ടൊക്കെ തുടങ്ങിയെന്ന് അറിയാൻ സാധിച്ചു. ഒഫീഷ്യൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ജഡ്ജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊന്നും പറയാനുള്ള ഇതൊന്നും നമുക്ക് അറിയാമല്ലോ. പക്ഷേ ജഡ്ജസിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 2 വിന്നേഴ്സ് ഉണ്ടാവുന്നു, പക്ഷെ ഒരു വിന്നറേ ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനി അവർ തമ്മിൽ അടിയാവൂ എന്നുള്ളത് കണ്ടറിയാം. കാര്യം പറയാൻ പറ്റൂല. കാര്യം ഇനിയിപ്പം പണ്ടത്തെ ഇതൊക്കെ പൊടി തട്ടിയെടുത്ത് നമുക്കിനി ഒന്നും കൂടെ ഒരു രാജാവൊക്കെ ആയാലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ പലരും പറയാൻ പറ്റൂലെന്നേ. ഇതൊരു ഗെയിമാണല്ലോ. ഈ ഗെയിമിനകത്ത് നമുക്ക് ഒന്നും കൂടെ കളിച്ചാലോ, അല്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജസ് തമ്മിലുള്ള, പക്ഷെ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജഡ്ജസിനെ ഒന്നുമല്ല, നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കോമണേഴ്സിനെയാണ്. നമുക്ക് നല്ല നല്ല കിടിലം കോമണേഴ്സിനെ നമുക്ക് കിട്ടണം, നല്ല ഗെയിമേഴ്സിനെ നമുക്ക് കിട്ടണം എന്നൊക്കെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് നല്ല ചുറുചുറുക്കുള്ള നല്ല കോമണേഴ്സ്, അത് ഗേൾസ് ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് കിട്ടണം എന്നാണ് ആഗ്രഹം. നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച പ്രൊമോ വരുമെന്ന് കേട്ടോ. ഞാൻ സത്യമായിട്ടും വിചാരിച്ച പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരുന്നത്. നമുക്ക് പ്രൊമോയിലൂടെ ഈ ജഡ്ജസ് പ്രൊമോയിൽ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ അതുണ്ടാവും, എന്തായാലും ഇപ്പോൾ തന്നെ ഉണ്ടാവുമായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. ഓഗസ്റ്റ് 15 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ കോമഡി കുക്സ് മിക്കവാറും അടുത്ത ആഴ്ച അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയി അത് കഴിയും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അടുത്ത ആഴ്ചയാണ് നമുക്ക് അഗ്നി പരീക്ഷ ഫൈനലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസത്തെ ഗ്യാപ്പിലാണ് അവർ ഷൂട്ടിങ്ങൊക്കെ ആരംഭിച്ചു എന്നൊക്കെ കേൾക്കണു. നമുക്ക് നോക്കാം. കൂടുതൽ അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നാലും നല്ല നല്ല ഗെയിംസ്, അവിടെ ഇന്നത്തെ കുറേ ഗെയിംസൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വാഗ്വാദങ്ങളുണ്ടാവും. അതായത് വാഗ്വാദങ്ങൾ പറഞ്ഞാൽ ഡിബേറ്റുകളൊക്കെ ഉണ്ടാവും. പൊളിറ്റിക്സ് ആണല്ലോ തീം. അപ്പം എന്തായാലും ഡിബേറ്റൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് ഗെയിംസ് ഉണ്ടാവും. പിന്നെ സ്ട്രെങ്ത് ഗെയിമും ഈ ഫിസിക്കൽ ടാസ്ക്കൊക്കെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ തെലുങ്കു അഗ്നി പരീക്ഷയുടെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ ബിഗ് ബോസുകളും ഒരു ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കാര്യം ഇപ്പം 20 വർഷമായി ബിഗ് ബോസ് തുടങ്ങിയത്, ഹിന്ദി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ 6 സീസൺസ് 6 ലാംഗ്വേജസ് ഒരു സമയത്ത് തുടങ്ങണം എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളെ മലയാളത്തിന് സെപ്റ്റംബർ 6 ആവാനാണ് ചാൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്കിനി മാറ്റം ഉണ്ടോ എന്നൊന്നും അറിയില്ല, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.